നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ വിദേശ വില 300 കടന്നേക്കും. ബോർഡ് ആഭ്യന്തര വില ഉയർത്തണം. കോട്ടയം കൊച്ചി മാർക്കറ്റിൽ ഷീറ്റ് റബ്ബർ 260 രൂപയ്ക്ക് വ്യാപാരം നടക്കുമ്പോഴും റബ്ബർ ബോർഡിൻ്റെ പ്രഖ്യാപിത വില 253 രൂപ മാത്രം. RSS 5 ഗ്രേഡിന് 249 രൂപ. വിദേശ വില കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ വ്യാപാരികൾ കർഷകരിൽ നിന്നും 255 രൂപയ്ക്ക് ഇന്നലെ റബ്ബർ വാങ്ങാൻ തയ്യാറായി. ഡീലർമാരിൽ നിന്നും ടയർ കമ്പനികൾ 260 രൂപയ്ക്ക് ഷീറ്റ് വാങ്ങി. റബ്ബർ വിദേശ വില ആഭ്യന്തര വിലയേക്കാൾ 30 രൂപ കൂടി 283 രൂപയിലേക്ക് കുതിക്കുമ്പോഴും വ്യവസായികളുടെ സമ്മർദ്ദത്തിൽ റബ്ബർ ബോർഡ് വില ഉയർത്താൻ താൽപ്പര്യപ്പെടുന്നില്ല. റബ്ബർ വിദേശ വില അടുത്ത ആഴ്ച 300 രൂപ കടക്കുമെന്നിരിക്കെ ആഭ്യന്തര വില 275 രൂപയിലേക്ക് റബ്ബർ ബോർഡ് ഉയർത്തേണ്ടതാണ്. ഡിമാൻഡിന് ആനുപാതികമായി ഷീറ്റ് മാർക്കറ്റിൽ എത്തുന്നില്ലെന്ന് ബോർഡിനും കൃത്യമായി കണക്കുണ്ട്. മാർക്കറ്റിൽ ദിവസം 100 കിലോ ഷീറ്റ് പോലും വാങ്ങാൻ കിട്ടുന്നില്ലെന്നും ഡിമാൻഡ് വർദ്ധിക്കുന്ന തോതിൽ വില ഉയരേണ്ടതാണെന്നും പ്രമുഖ ഡീലർമാർ പറയുന്നു. ടയർ കമ്പനികൾക്ക് റബ്ബർ സ്റ്റോക്കില്ലാത്തതിനാൽ വലിയ തോതിൽ ഡിമാൻഡുണ്ട്. വില ഉയരുന്നതിൻ്റെ നേട്ടം കർഷകർക്ക് ലഭിക്കണമെങ്കിൽ റബ്ബർ ബോർഡ് വില ഉയർത്തിയേ തീരൂ. വില 275 രൂപയിലേക്ക് ഉയർന്നാൽ കർഷകർ മഴമറയിട്ട് ടാപ്പിംഗ് പുനരാരംഭിക്കാൻ താൽപ്പര്യപ്പെടും. ഇടയ്ക്കിടെ വേനൽ മഴ ലഭിക്കുന്നതിനാൽ അടുത്ത മാസത്തോടെ ടാപ്പിംഗ് പുനരാരംഭിക്കേണ്ടതാണ്. കിലോയ്ക്ക് 2 രൂപ നിരക്കിൽ ദിവസവും വിദേശ വില വർദ്ധിക്കുകയാണ്. അതേസമയം ആഭ്യന്തര വിലയിൽ പരമാവധി 1 രൂപയുടെ വർധനവാണ് റബ്ബർ ബോർഡ് നിശ്ചയിക്കുന്നത്. തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം എന്നിവിടങ്ങളിലെ റബ്ബർ ഉൽപ്പാദനത്തിലുണ്ടായ കുറവും ആഗോള മാർക്കറ്റിലെ ദർലഭ്യവും ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടവുമാണ് വിദേശ വില അതിവേഗം ഉയരാൻ കാരണം. സിന്തറ്റിക് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് ക്രൂഡ് ഓയിൽ നിന്നാണ്. ക്രൂഡ് വില കൂടിയതോടെ സിന്തറ്റിക് റബ്ബർ നിർമ്മാണം നഷ്ടത്തിലായതാണ് പ്രകൃതിദത്ത റബ്ബറിൻ്റെ ഡിമാൻഡ് ഉയരുന്നതിലേക്ക് നയിച്ചത്. അഗർത്തല മാർക്കറ്റിൽ വില 250 രൂപ വരെയും ഉയർന്നതോടെ അവിടെ നിന്നും ഷീറ്റ് എത്തിക്കാൻ കേരളത്തിലെ വ്യാപാരികൾക്ക് സാധിക്കുന്നില്ല. ലോറി വാടകയും ലോഡിംഗ് കൂലിയും കണക്കാക്കിയാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഷീറ്റ് വാങ്ങുന്നത് ഇവിടുത്തെ ഡീലർമാർക്ക് നഷ്ടമാണ്. 2 മാസമായുള്ള കനത്ത ചൂടാണ് ഇത്തവണ റബ്ബറിന് ദോഷമായി മാറിയത്. ഉൽപ്പാദനം തീരെ കുറയാൻ കാരണമായത്. ഷീറ്റ് റബ്ബറിന് 254 രൂപയിലേക്ക് ഉയർന്ന തോതിൽ ലാറ്റക്സിന് 231 രൂപയിലെത്തി. ഒട്ടുപാൽ വിലയും ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട്. വില ഉയർന്നെങ്കിലും ചെറുകിട കർഷകർക്ക് സ്റ്റോക്കില്ല. ടാപ്പിംഗ് നിർത്തിയ ഫെബ്രുവരിയിൽ തന്നെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വിറ്റഴിച്ചിരുന്നു. ഉൽപ്പാദനക്കുറവും ആഗോള ആവശ്യവും ചേർന്നതോടെ അടുത്ത ദിവസങ്ങളിലും റബ്ബർ വില ഉയർന്ന നിലയിൽ തുടരും. മാർക്കറ്റ് ഡിമാൻഡിൻ്റെയും വിദേശ വിലയുടെയും തോതിൽ റബ്ബർ ബോർഡ് വില ഉയർത്തിയാൽ മാത്രമേ കർഷകർക്ക് ഉയർന്ന വിലയുടെ മെച്ചമുണ്ടാകൂ. അപ്പോൾ റബ്ബർ ഷീറ്റിന് ഇപ്പോൾ വൻ ഡിമാൻഡാണ്. വില ഇനിയും കുതിക്കും എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.